ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 9-ാം തീയതി തിരുസഭ കുരിശിലെ വിശുദ്ധ തെരേസ ബെനഡിക്തയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആണ്ടുവട്ടത്തിലെ 18-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയെ ആരെങ്കിലും അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. 1, തന്നെ തന്നെ പരിത്യജിക്കണം. 2, കുരിശു വഹിക്കണം. 3, ഈശോയെ അനുഗമിക്കണം. അങ്ങനെ ഈശോയുടെ ശിഷ്യനാകുവാൻ അല്ലെങ്കിൽ ശിഷ്യയാകുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് തന്നെ തന്നെ പരിത്യജിക്കണം. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ട് ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും പരിത്യജിച്ചുകൊണ്ട് സമ്പൂർണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാവുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് കുരിശെടുക്കുക. ദൈവം ഓരോരുത്തർക്കും ഓരോരോ കുരിശുകളാണ് നൽകുന്നത്. അത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന്, അതോടൊപ്പം തന്നെ ആ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ വിശുദ്ധീകരണത്തിനായിരിക്കും. അപ്പോൾ ദൈവം നൽകുന്ന കുരിശ് എടുക്കുക, പിന്നീട് ഈശോയെ അനുഗമിക്കുക. ഈശോ എന്താണോ പറയുന്നത്, എന്താണോ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യുവാനായിട്ട് തയ്യാറാവുക. അങ്ങനെ 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് വഴിയായിട്ട് ഈശോയുടെ ശിഷ്യനാകുവാൻ അല്ലെങ്കിൽ ശിഷ്യയാകുവാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് പറയുന്നു. ഇനി ഈശോയുടെ ശിഷ്യനാകുകയോ അല്ലെങ്കിൽ ശിഷ്യനാകാതിരിക്കുകയോ ശിഷ്യയാകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം അത് ചെയ്യുന്നത് വഴിയായിട്ട് ഓരോ വ്യക്തിയും എല്ലാം നേടുവാനായിട്ടുള്ള പരിശ്രമങ്ങളാണ്. സ്വന്തമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് അമിതമാകുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന തിന്മ എന്നത് ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം ഈശോ നമ്മുടെ മുൻപിൽ വെക്കുകയാണ്. ഇനി നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? ഈശോ നമ്മളോട് ചോദിക്കുന്ന വലിയ ആഴമുള്ളൊരു ചോദ്യമാണ്. ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നമുക്ക് ഒന്നും കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈശോ അത്രമാത്രം സ്നേഹത്താൽ നമ്മളുടെ ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ എല്ലാം പരിത്യജിച്ച് കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ കുരിശ് വഹിക്കുന്നതിലൂടെ, ആത്മപരിത്യാഗത്തിലൂടെ നമ്മളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിനെ ഈശോയ്ക്ക് തന്നെ നൽകുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് തിരുസഭ കുരിശിലെ വിശുദ്ധ തെരേസ ബെനഡിക്തയുടെ അല്ലെങ്കിൽ ഈഡിത്ത് സ്റ്റെയിൻ എന്ന് പറയുന്ന ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതുപോലെയുള്ള ഒരു പരിത്യാഗമാണ് ഈ സഹോദരിയിൽ കാണുവാനായിട്ട് കഴിയുക. കാരണം യഹൂദ മതത്തിൽ ജനിച്ചു വളർന്ന തത്വശാസ്ത്രത്തിൻ്റെ പഠന മേഖലകളിലൂടെ സഞ്ചരിച്ച് ഈശോയെ അറിയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മഠത്തിൽ ചേരുകയും അതോടൊപ്പം സന്യാസിനിയായിരിക്കുമ്പോൾ നാസികളാൽ പീഡിപ്പിക്കപ്പെട്ട് മരണമടയുകയും ചെയ്ത ഒരു വിശുദ്ധ. ഈ വിശുദ്ധയുടെയൊക്കെ ജീവിതത്തെ അടുത്ത് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്രകാരമാണ് ഈശോ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കുരിശെടുത്തുകൊണ്ട് ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഈശോയുടെ ഉത്തമ ശിഷ്യയായിട്ട് ഈ വിശുദ്ധ മാറിയത്. നമ്മളെയും ഓരോരുത്തരെയും ഈശോ ക്ഷണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ആത്മപരിത്യാഗത്തിലേക്കും കുരിശുകൾ വഹിച്ചുകൊണ്ട് സ്വയം ആത്മാവിനെ വിശുദ്ധീകരിച്ച് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്വർഗീയമായ പറുദീസയിൽ എത്തിച്ചേരുവാനുമായിട്ടാണ്. അങ്ങനെ നമ്മെ പൂർണ്ണമായും പരിത്യജിച്ച് ഈശോയുടെ പൂർണ്ണ ശിഷ്യരായി തീരുവാൻ നമുക്കും പരിശ്രമിക്കാം. ആമേൻ.